നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കോഴിപ്പട്ടയാണ്. അത് ഉണ്ടാക്കാൻ നോക്കാം. ഓക്കെ, ഇതിപ്പോൾ തേങ്ങ, ഇത് അരി വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം അരിപ്പൊടി 2 തരി ഉപ്പിട്ടിട്ട് അരിപ്പൊടി നനയ്ക്കുകയാണ്. നനച്ചെടുക്കണം, എന്നാലാണ് പകുതി ഇതായിട്ട് കിട്ടുള്ളൂ, നന്നായിട്ട് സോഫ്റ്റ് ആവുള്ളൂ. തിളച്ച വെള്ളത്തിൽ കുഴക്കണം അരിപ്പൊടി, നന്നായിട്ട് കുഴക്കണം. അത് നന്നായിട്ട് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് ഇത് ഇതേപോലെ നന്നായിട്ട് കുഴക്കണം. പിന്നെ ചൂട് കുറയുമ്പോൾ നമ്മൾ നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് കുഴക്കണം. നന്നായിട്ട് കുഴച്ചാൽ മാത്രമാണ് ഇത് സോഫ്റ്റ് ആവുള്ളൂ. നമുക്ക് ഈ ശർക്കര ഉരുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതേ ശർക്കര ഉരുകി വന്നിട്ടുണ്ട്. ഇനി 2 മണി ജീരകം കേട്ടോ, 2 മണി ജീരകം. എന്നിട്ട് നന്നായിട്ട് ഉരുകിയതിന് ശേഷം ഈ തേങ്ങ ഇതിലോട്ട് ഇടണം. നമ്മൾ ശർക്കരയും ഇതായിട്ട് ജീരകം ഇട്ട് തന്നെ പ്രത്യേക ഒരു സ്മെല്ലാണ് കേട്ടോ, പറയാതിരിക്കണില്ല. അപ്പോൾ നമുക്കിത് ഉരുക്കിയൊക്കെ റെഡി. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് എടുത്ത് എങ്ങനെയത് ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ കാണിക്കണം, ഇങ്ങനെ. ഇങ്ങനെ നന്നായിട്ടേ കനം കുറച്ചിട്ട് എടുക്കണം കേട്ടോ. ഇങ്ങനെ കനം കുറച്ചെടുത്തിട്ട് വലിയ ഒരുപാട് വലുതൊന്നും ഉണ്ടാക്കണ്ട, കട്ടി പാടില്ല. കട്ടി ഉണ്ടായാൽ വലിയ ഇതില്ല. ഗ്യാപ്പൊന്നും വരരുത്, ഓട്ടയൊന്നും വരരുത്. ഓട്ടയൊക്കെ വന്നു കഴിഞ്ഞാൽ ആവിയിൽ ഇത് വരുമ്പോൾ തന്നെ ഈ ലീക്കടിച്ച് പോവും. ഫ്രണ്ട്സ്, ഇതിങ്ങനെയാണ് കേട്ടോ. ഇതിലിപ്പോൾ ഒത്തിരി മെഴുക്കൊക്കെ പരട്ടിയിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചാലും മതി. എന്തോരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും വെക്കാം കേട്ടോ, കുഴപ്പമില്ല. ആവിയിൽ വേവിക്കാൻ. അങ്ങനെ നമ്മുടെ കോഴിക്കട്ട ശരിയായി കേട്ടോ.